ഹലോ അസ്സാമലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടോക്കാവേ. ഈ ഒരു വീഡിയോ ഗർഭിണികൾക്കും അല്ലാത്ത ആൾക്കാർക്കും എല്ലാം ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ കാലത്തേന് തൊട്ട് രാത്രിയോളമുള്ള കുറച്ച് വിശേഷങ്ങളും എല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട്. പറ്റുന്ന പോലെ എല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട്. ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ടെല്ലാം വീഡിയോ ചെയ്യണം എന്നെല്ലാം വിചാരിച്ചതാണ്. പക്ഷേ ഞാൻ വിചാരിച്ച പോലെയൊന്നും പറ്റിയിട്ടുണ്ടായിട്ടാ. പറ്റുന്ന പോലെയെല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ആക്കിയിടാവേ. അതേപോലെ തന്നെ ഒരു സ്മൈലെങ്കിലും ഇടാൻ മറക്കണ്ട, പ്ലീസ് ഒന്ന് ഇടണവേ. കുറച്ചൊന്ന് റിസ്ക് എടുത്തിട്ട് തന്നെയാണ് വീഡിയോസെല്ലാം ഇടുന്നുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് എന്താക്കാം, ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നോക്കാവേ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിലെല്ലാം പ്രഗ്നൻസി സ്റ്റോറിയും അതേപോലെ തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഏതായാലും എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പറയുന്നതും കേട്ടറിവ് രണ്ടും തന്നെയല്ലേ. അപ്പോൾ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി നല്ല രീതിയിൽ പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രഗ്നൻസിയിൽ ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ തന്നെ ഇപ്പോൾ മൂത്രക്കടച്ചിലായാലും ഗ്യാസ് പ്രോബ്ലംസ് അതെല്ലാം ഏറ്റവും കൂടുതൽ നമുക്ക് പ്രഗ്നൻസിയിലല്ലേ വരുന്നത്. അപ്പോൾ അതെല്ലാം ചെറിയ രീതിയിലെങ്കിലും നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്, അതെല്ലാം ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലേക്ക് നമുക്ക് പുട്ടാണ്. പുട്ട് എപ്പോഴും ഞാൻ കുഴച്ചെടുക്കുന്ന ടൈമിൽ ഈ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുന്നതിന് പകരം ഇപ്പോൾ പുട്ടിൻ്റെ പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു പൊടിൻ്റെ മേലെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ തേങ്ങ ചിരവുന്ന അത്രയും ടൈം മതി. അത്രയും ടൈം മൂടി വെച്ചിട്ട് നമുക്കത് നല്ല രീതിയിൽ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റും അടിപൊളിയായിട്ടുള്ള പുട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്ക്. നമുക്ക് നല്ലോണം ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം അന്ന് മക്കൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ചോറും ചിക്കൻ കറിയും അതേപോലെ തന്നെ ഒരു ചമ്മന്തിയും കുറച്ച് അച്ചാറും ആണ്. ഈസി ആയിട്ട് ചമ്മന്തി ഉണ്ടാക്കാം. തേങ്ങ അതേപോലെ തന്നെ കാന്താരി മുളക്, ചെറിയ പീസ് പുളി, ഇഞ്ചി ഉണ്ടെങ്കിൽ ചെറിയൊരു പീസ് ഇഞ്ചി, കുറച്ച് ഉപ്പ്, ഇത്ര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇപ്പം നെല്ലിക്ക പച്ചമാങ്ങയെല്ലാം ഉണ്ടെങ്കിൽ പുളിക്ക് പകരം അതേതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും. ഇസബുഗോല് എന്നാണ് ഇതിനെ പറയുന്നത്. എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് ഈ മൂത്രക്കടച്ചിൽ വരുന്ന ടൈമിൽ, ചെറിയ രീതിയിൽ വരുന്ന ടൈമിൽ, ഇപ്പോൾ മൂത്രത്തിൽ നല്ലോണം പഴുപ്പെല്ലാം കൂടിയിട്ടുണ്ടെങ്കിലല്ല ഞാൻ പറയുന്നത്, ചെറിയ രീതിയിലെല്ലാം നമുക്ക് മൂത്രമൊഴിക്കുന്ന ടൈമിൽ ഇപ്പം മൂത്രത്തിൻ്റെ കളറ് മഞ്ഞ കളറ് ആകുന്നുണ്ട്, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ ഒരു അസ്വസ്ഥത വേദനയെല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താക്കുക, കുറച്ചധികം വെള്ളം എടുക്കുക. 3-4 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് 1-1.5 സ്പൂണോ മതി, കൂടുതൽ വേണ്ട, അത്ര ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അവിടെ എടുത്ത് വെക്കുക. അപ്പം അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗർ ഇട്ട് കൊടുക്കുക, ആദ്യം കുടിക്കാവേ. അപ്പം അങ്ങനെ നിങ്ങൾക്ക് തീരെ കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കുക, കുറച്ച് ചെറുനാരങ്ങ പിഴിയുക, അങ്ങനെയെല്ലാം ആക്കിയിട്ട് മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നല്ല ആശ്വാസം കിട്ടും. ഇപ്പോൾ ഇത് പ്രഗ്നൻസിയിൽ മാത്രമല്ല ആർക്ക് വേണമെങ്കിലും ഇത് കുടിക്കാം. ഞാൻ അധികവും ഇത് സ്റ്റോക്കാക്കിയിട്ട് വെക്കലുണ്ട്. മൂത്രത്തിൽ നമുക്ക് എന്തായാലും ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാവും. പിന്നെ ഒരു കാര്യം, നല്ലോണം ഇൻഫെക്ഷനെല്ലാം ഉണ്ടെങ്കിൽ എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും. അതല്ലാതെ ചെറിയ രീതിയിലാണെങ്കിൽ ഇതിൽ തന്നെ പോയി കിട്ടും. ഉണക്കമുന്തിരിയില്ലേ, അത് വെള്ളത്തിലിട്ടിട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ അതും നല്ല തന്നെയാണ്. നമ്മൊരു 10 ദിവസം അടുപ്പിച്ച് കുടിച്ച് നോക്കാം, നല്ല മാറ്റം ഉണ്ടാവും. അതേപോലെ തന്നെ ആ കറുത്ത ഉണക്കമുന്തിരി ഉണ്ടാകുന്നില്ലേ, അതാണ് ഒന്നും കൂടി നല്ലത്. അതാവുമ്പോൾ നമുക്ക് ബ്ലഡ് കുറവുണ്ടെങ്കിൽ അത് ഒന്ന് നേരെയാവാനും എല്ലാത്തിനും അത് നല്ലതാണ്. അതിൻ്റെ ഒന്നിച്ചിട്ട് തന്നെ നമുക്ക് എന്തായാലും ഫോളിക് ആസിഡും ഇപ്പോൾ കാൽഷ്യം, അയൺ അതുപോലത്തെ ഗുളികകളെല്ലാം തരുമല്ലോ, അത് നിർബന്ധമായിട്ടും കഴിക്കണവേ. ഇപ്പോൾ ചില ആൾക്കാർ അത് കഴിക്കണം എന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു നിസ്സാരാക്കിയിട്ട് കളയലുണ്ട്. പക്ഷേ ഗുളിക തരുന്നത് നമുക്ക് അത് കറക്റ്റ് ഒരു ദിവസം പോലും മുടങ്ങാതെ കഴിക്കണം. അതേപോലെ തന്നെ എനിക്ക് ഇപ്രാവശ്യം ഡോക്ടർ ആസ്പിരിൻ എന്ന് പറയുന്നൊരു ഗുളികയും കൂടി തന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ടാവുമായിരിക്കും, ആസ്പിരിൻ അല്ലെങ്കിൽ ഇക്കോസ്പിരിൻ.
ഇത് കുറച്ചാളെങ്കിലും കേട്ടിട്ടുണ്ടാവും. ഹാർട്ട് പേഷ്യൻറ്റിനല്ല ഈ ഒരു ഗുളിക കൊടുക്കുന്നത്. പിന്നെ എന്തിനു നമുക്ക് തരുന്നതെന്നല്ല അത് അറിയാതെ ഇപ്പം എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ ഈ ആസ്പിരിൻ ഗുളിക ഹാർട്ട് പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഗുളിക ആണെന്നൊന്നും എനിക്കറിയില്ല അതിന്. പക്ഷേ സാധാരണ എനിക്ക് ഇതുവരെ മാഷാഅല്ലാ അൽഹംദുലില്ലാ ഞാൻ 5ാമത്തെ പ്രഗ്നൻ്റ് ആണ്. എനിക്ക് 4 പ്രഗ്നൻസിയിലും ഈ ഒരു ഗുളിക ഇതുവരെ എനിക്ക് തന്നിട്ടില്ല, എനിക്ക് കഴിക്കേണ്ടി വന്നിട്ടില്ല. ഈ ഒരു പ്രഗ്നൻസിയിലാണ് എനിക്ക് ആവശ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അത് തരുന്ന ടൈമിൽ എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിന് എന്തിനാണ് ഈ ഒരു ഗുളിക തരുന്നത്, ഇത് ആർക്ക് കഴിക്കേണ്ട ഗുളിക എന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിട്ടാ. പക്ഷെങ്കിൽ എനിക്ക് എന്തിനാണ് ഈ ഒരു ഗുളിക തരുന്നത് എന്നെല്ലാം ഡോക്ടർ എന്നോട് അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് കറക്റ്റ് ഫോളോ ആക്കി, ഇപ്പോഴും ഫോളോ ആക്കുന്നുണ്ട് ആ ഒരു ടാബ്ലറ്റ്. അതെന്തിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഹാർട്ട് പേഷ്യൻറ്റിനാണ് ഈ ഒരു ഗുളിക കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് ഓരോ ബ്ലഡ് ക്ലോട്ട് ആവാതെ നല്ല സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഗുളിക അവർക്ക് കൊടുക്കുന്നത്. അതേപോലെയാണ് നമ്മളെ ബ്ലഡ് നമ്മളെ കുഞ്ഞിലേക്ക് എത്തുന്ന ടൈമിൽ കെട്ടാതെ നല്ല സ്മൂത്തായിട്ട് ഫ്രീ ആയിട്ട് കുഞ്ഞിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഗുളിക നമുക്ക് തരുന്നത്. അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞ ടൈമിൽ ആ ഗുളികയെല്ലാം അതേ ഹോസ്പിറ്റൽ മെഡിക്കലിൽ തന്നെ വാങ്ങി അങ്ങനെ ഒരു മാസത്തെ അടുത്ത് കഴിച്ച് അങ്ങനെ തീരാനാകുന്ന ടൈമിൽ സായിച്ചാനോട് പറഞ്ഞു ഗുളിക കഴിയാനായി, ഇവിടെ അടുത്ത് തന്നെ വാങ്ങാം. ഇത് ഡോക്ടർ പറഞ്ഞല്ലോ, പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിന് ഒരു ദിവസം പോലും മുടക്കണ്ട, കറക്റ്റ് തന്നെ കഴിച്ചോ എന്നെല്ലാം. അങ്ങനെ നമ്മൾ അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ടാകുമ്പോൾ അവർ പറഞ്ഞ് ഇത് ആർക്ക് കഴിക്കേണ്ട ഗുളിക എന്നെല്ലാം ഇങ്ങനെ പരിചയമുള്ള ആളാകുമ്പോൾ ചോദിക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് പ്രഗ്നൻസി ടൈമിൽ കഴിക്കാനുള്ള ഗുളികയാണ് ഡോക്ടർ തന്നത്, ഡോക്ടർ കഴിക്കാൻ പറഞ്ഞെന്നെല്ലാം പറയുമ്പോൾ അവർ പറഞ്ഞു ഇതൊരു ഹാർട്ട് പേഷ്യൻറ്റിനല്ലോ സാധാരണ കൊടുക്കൽ, പിന്നെന്താ ഇത് പ്രഗ്നൻസി ടൈമിൽ കൊടുത്ത് എന്നെല്ലാം അവർക്കും ഒരിത്. അങ്ങനെ ഗുളികൽ വാങ്ങിയിട്ട് തന്നെ വന്ന് എന്നിട്ട് അമ്മ എന്നോട് ചോദിച്ചു ഇങ്ങനെ എന്താ അവർ പറഞ്ഞത്. അപ്പോൾ ആ സമയത്താണ് ഞാൻ യൂട്യൂബിൽ കുറച്ചും കൂടി ഇതിനെക്കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് സെർച്ച് ചെയ്യുന്നത്. ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും എനിക്ക് കൂടുതലായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ യൂട്യൂബിലോ ഗൂഗിളിലോ പോയിട്ട് സെർച്ച് ചെയ്യലുള്ളത്. പക്ഷെ ഇങ്ങനെ പറഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഒന്നും കൂടി ഇതിനെക്കുറിച്ചിട്ട് അറിയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നേരെ യൂട്യൂബിൽ കയറിയിട്ട് ഡാനിഷ് ഡോക്ടറില്ലേ, എനിക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഡാനിഷ് ഡോക്ടർ യൂട്യൂബ് ചാനൽ എടുത്തിട്ടാണ് അധികം സെർച്ച് ചെയ്തിട്ട് നോക്കലുള്ളത്. ഒരു നല്ല സമാധാനത്തിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഗുളിക ഡോക്ടർ കഴിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം. ഈ ഒരു ഗുളിക കഴിച്ചതിനെ കൊണ്ട് വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. അതേപോലെ തന്നെ ഇത് കഴിച്ചില്ലെങ്കിലാണ് പ്രശ്നം. ബ്ലഡ് സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടന്നിട്ടില്ലെങ്കിൽ കുഞ്ഞിക്ക് വെയിറ്റ് കുറയാനും അതേപോലെ വേറെ പല പ്രശ്നങ്ങൾക്കും എല്ലാം കാരണമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സാധാരണ ഇപ്പോൾ അധികവും കണ്ടുവരുന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പേടിക്കാനൊന്നുമില്ല, ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഈ ഒരു ഗുളിക കഴിച്ചാൽ ആ ഒരു ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അപ്പോൾ ഈ ഒരു പ്രശ്നം കൊണ്ട് മാത്രമല്ല ഈ ഒരു ഗുളിക കഴിക്കാൻ പറയുന്നത്. പ്രഷറുള്ള ആൾക്ക് ഹൈ പ്രഷറിലുണ്ടാകുന്നില്ലേ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം ഈ ഒരു ഗുളിക കൊടുക്കലുണ്ട് എന്നാണ് ഞാൻ കുറച്ച് ഡോക്ടേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ നോക്കിയ ടൈമിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ വേറെ ആരോടും അങ്ങനെ ചോദിക്കണ്ട, നിങ്ങൾ ഡോക്ടറോട് തന്നെ ചോദിക്കുക. ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ആരും ഇത് കഴിക്കണ്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണ്ട. നമ്മളെ ശരീരമല്ലേ നമുക്ക് വലുത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നത് ഈ ഒരു ടൈമിൽ കറക്റ്റ് ഫോളോ ആക്കുക. അപ്പോൾ ജമ്മുവിൻ്റെയിൽ എനിക്ക് മറുപിള്ള താണിട്ടുണ്ട് എന്നെല്ലാം 6ാമത്തെ എനോമലി സ്കാനിങ് ഇല്ലേ അതിൽ കണ്ടിട്ടുണ്ടായിന്. അപ്പോൾ അത് നമ്മൾ കുറച്ചൊന്ന് കെയർ ആക്കിയിട്ടുണ്ടെങ്കിൽ പ്രസവമാകുമ്പോഴത്തേക്ക് ശരിയാവും. അപ്പം ആ ഒരു ടൈമിൽ ഡോക്ടർ എന്താണെന്നോ പറയുന്നത് അത് നമ്മൾ കറക്റ്റ് ചെയ്യുക. എനിക്ക് ഇപ്രാവശ്യം ഡോക്ടർ 3ാമത്തെ സ്കാനിങ് ഇല്ലേ, മൂന്നാം മാസത്തിലെ സ്കാനിങ് ഇല്ലേ അതിലാണ് അങ്ങനെ കണ്ടിട്ടുണ്ടായത്. അപ്പോൾ അതിപ്പോൾ അൽഹംദുലില്ലാ നോർമലി സ്കാനിങ് ചെയ്യുമ്പോൾ നോർമലായിട്ടുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞതിന് പേടിക്കാനൊന്നുമില്ലാന്ന്. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ.
ഇനി നമ്മൾ പണിയിലേക്ക് തന്നെ പോവാം. ബാക്കിയുള്ള പുട്ട് ഉണ്ടാക്കണം, അതേപോലെ തന്നെ ജമ്മുവിനെ സ്കൂളിലേക്ക് അയക്കണം. പിന്നെ ഞാൻ എപ്പോഴും രാവിലെ ഇതുപോലത്തെ ഒരു ബോട്ടിൽ വെള്ളം നിറച്ചേക്കലുണ്ട്. അപ്പോൾ ഒരു 25 കിലോ വെയിറ്റിന് 1 ലിറ്റർ വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ നമ്മൾ എത്ര വെയിറ്റ് ഉള്ളത് അതിന് കണക്കാക്കിയിട്ട് വെള്ളം കുടിക്കുക. വെള്ളം എന്തായാലും നിർബന്ധമായിട്ടും വെള്ളം കുടിച്ചിട്ടുണ്ടാകണം. മൂത്രപ്പഴുപ്പെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് പ്രസവിക്കുന്ന ടൈമിൽ നമുക്ക് എന്തായാലും ഒരു അസ്വസ്ഥത ബുദ്ധിമുട്ടെല്ലാം കൂടുതലുണ്ടാകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് നല്ലതാണ്. അപ്പം അന്ന് ഉപ്പ ഒന്നും ഉണ്ടായിട്ടാ പൊരയിൽ. ഉപ്പാന്ന് എപ്പോഴും ചൂടുവെള്ളത്തിന് തീയലിടല് രാവിലെ എണിച്ചിട്ടിടും. മക്കൾക്ക് രാവിലെ പോകണമല്ലോ സ്കൂളിലേക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ രാവിലെ തന്നെ എണിച്ചിട്ട് വെള്ളത്തിന് തീയലിട്ടിട്ട് വെക്കും. അപ്പോൾ ഇന്ന് പോകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഉപ്പ കുറച്ച് കത്തിച്ചിട്ടുണ്ടായിന്. അപ്പം അതിലേക്ക് തന്നെ ഞാൻ കുറച്ചിങ്ങനെ വെറിൻ്റെ കഷ്ണങ്ങളെല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിന്. അത് കെട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെയും ബുദ്ധിമുട്ടല്ലേ കത്തിക്കാൻ. അപ്പോൾ ജമ്മുവിന് സ്കൂളിലേക്ക് പോകണം. അങ്ങനെ ഓളെല്ലാം പോകുമ്പോഴത്തേക്ക് ചൂടുവെള്ളം ഇല്ലെങ്കിൽ ആകെ ഗുൽമാലാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്കെല്ലാം ഉള്ള കുറച്ച് വെറും കാര്യങ്ങളെല്ലാം ഇട്ടിട്ട് അത് തീയും കത്തിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മളെ പരിപാടിയും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. ജമ്മുവിനെ കുളിപ്പിച്ച് ജമ്മു ഇപ്പോൾ യൂണിഫോമെല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ മോളും എണിച്ചിട്ട് വന്ന്. ഇന്ന് പിന്നെ ആരും ഇല്ലാത്തതുകൊണ്ടെന്ന് തോന്നുന്നു അവൾക്കൊരു മൂടേ ഉണ്ടായിട്ടാ. അല്ലെങ്കിൽ ഉമ്മാനെല്ലാം കാണും, എണിക്കുമ്പോൾ ഉപ്പാനെല്ലാം കാണും. ഉപ്പാടെ പുറത്ത് വെള്ളത്തിന് തീയെല്ലാം ഇടുന്നുണ്ടാവും ഈ ഒരു ടൈമിലെല്ലാം. അപ്പം അങ്ങനെ അവിടെ നിന്നിട്ട് ഓരോന്ന് എന്തെല്ലോ പറയലും അങ്ങനെയെല്ലാം ആയിട്ട് ഉള്ളുണ്ടാവും. എന്നെ അങ്ങനെ ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല. അങ്ങനെ ഞാൻ ഓൾക്ക് കുറച്ച് ഐലൈനറെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെയെല്ലാം എന്തെല്ലോ ഓളെ സോപ്പെല്ലാം അടിച്ചിട്ട് ഓളോട് പറഞ്ഞ് ചെരുപ്പെല്ലാം ഇട്ടോ, നമുക്ക് ജമ്മുവിൻ്റെ ഇപ്പോൾ വണ്ടി വരും, ഓളെ ഒന്ന് നമുക്ക് ഗേറ്റിൻ്റെ അടുത്തെല്ലാം കൊണ്ടാക്കാം അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഓളൊന്നിങ്ങനെ സോപ്പ് അടിച്ചിട്ട് ശരിയാക്കി. അങ്ങനെ ചെരുപ്പെല്ലാം കൊടുന്നിട്ട് സ്വന്തമായിട്ട് തന്നെ ഇടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ജമ്മുവിൻ്റെ ടിഫിൻ ബോക്സ് ഒന്ന് റെഡിയാക്കണം, ജമ്മുവിൻ്റെ മുടി കെട്ടണം, അങ്ങനത്തെ എന്തെല്ലാം കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് സാധാരണ രീതിയിൽ തന്നെ മക്കളെല്ലാം സ്കൂളിലേക്കെല്ലാം അയച്ചിട്ടാകുമ്പോഴത്തേക്ക് കിച്ചണായാലും റൂമായാലും എല്ലാം മൊത്തത്തിൽ വാരി വലിച്ചിട്ട പോലെ ഉണ്ടാവും അല്ലേ. അധികവും ഞാൻ മക്കൾക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ ബോക്സ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അധികം അങ്ങനെ വാരി വലിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല. അന്നെങ്കിലും എന്തായാലും രാവിലെ ഒരു തിരക്കന്നല്ല എല്ലായിടത്തും. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെയും. കിച്ചണിൽ നമുക്ക് ഓരോ കഴിയുന്നതും ഞാൻ അപ്പം തന്നെ എടുത്തിട്ട് വെക്കാൻ നോക്കലുണ്ട് പാത്രങ്ങളെല്ലാം. അന്നെങ്കിലും എന്തായാലും ഉണ്ടാവും കിച്ചണിൽ. ഈ ഒരു പ്രഗ്നൻസി ടൈം എന്ന് പറയുന്നത് നമുക്ക് നമ്മളെ ബോഡിയിൽ പല മാറ്റങ്ങളും എന്തെല്ലോ ഹോർമോൺ ചേഞ്ചസും പല പ്രശ്നങ്ങളും ഉള്ള ടൈമല്ല അല്ലേ. രാവിലെ നമുക്ക് തല ചുറ്റലും രാവിലെ എണീക്കാനുള്ള ബുദ്ധിമുട്ടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ അതിങ്ങനെ മൈൻഡിൽ വെച്ചിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞാൻ എല്ലാം ഒന്ന് ഫ്രീ ആയിട്ട് വിടലാണ്. എന്തായാലും നമ്മൾ ചെയ്തല്ലേ പറ്റൂ. നമുക്ക് ഇപ്പോൾ നമ്മളെ മക്കൾക്ക് ഇപ്പോൾ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്ത് കൊടുക്കില്ലല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം മാഷാഅല്ലാഹ് അൽഹംദുലില്ലാഹ് നല്ല സ്മൂത്തായിട്ട് തന്നെ സാധാരണ രീതിയിൽ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം നോക്കലുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്കും വേണ്ടിയിട്ട് കുറച്ച് സമയം കണ്ടെത്താം. ഇങ്ങനെ നമുക്കിപ്പം ക്ഷീണത്തിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ അടുക്ക് ക്ഷീണമെല്ലാം വരുമ്പോൾ സാധാരണ ഇപ്പോൾ ഓറഞ്ച് കഴിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ്, കുറച്ച് പെപ്പറോ മുളക് പൊടിയോ കുറച്ച് മതി, കൂടുതലൊന്നും വേണ്ട. ഗ്യാസിൻ്റെ പ്രോബ്ലംസ് എല്ലാം ഉണ്ടെങ്കിൽ ഉപ്പ് മുളക് എരിവെല്ലാം കുറക്കുന്നത് തന്നെയാണ് നല്ലത്. അതല്ലെങ്കിൽ ഇങ്ങനെ നമുക്കൊരു എന്ത് പറയണ്ട ഈ തേക്ക് വരുന്നതെല്ലാം പറയുന്നില്ലേ, അതെല്ലാം വന്നിട്ട് നെഞ്ചരിച്ചിലും കാര്യങ്ങളെല്ലാം ആയിട്ട് നല്ല ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട് മാത്രം നമുക്കൊരു കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും പിന്നെ ആപ്പിള് പിന്നെ അതേപോലെ തന്നെ ഓറഞ്ചെല്ലാം മിക്സ് ആക്കിയിട്ട് അത് അങ്ങനെ ഇട്ടിട്ട് കഴിക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ക്ഷീണം മാറാനും പിന്നെ നമുക്ക് ഇടയ്ക്കുള്ള ഒരു വിശപ്പ്, ഈ ഒരു ടൈമിലൊക്കെ വിശപ്പ് കൂടുതലുണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടും എല്ലാം നല്ലതാണ്. അങ്ങനെ നമ്മൾ കഥ പറച്ചിലും കാര്യങ്ങളുടെ ഇടയിൽ തന്നെ നമ്മൾ സാമ്പാർ റെഡിയായിന്. ചിക്കൻ ഫ്രൈയും ആബോലി ഫ്രൈയും അതേപോലെ തന്നെ കക്കിരി ഇങ്ങനെ റൗണ്ടിൽ കട്ടാക്കിയിട്ട് അത് ഈ ഒരു ടൈമിൽ കഴിക്കുന്നത് നല്ലതാണ്. അതിൽ വാട്ടർ കണ്ടൻറ്റ് കൂടുതലല്ലേ. വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഈ ഒരു ടൈമിൽ കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ ചോറ് പരിപാടി, കിച്ചൺ ക്ലീനിങ്, അടിക്കലും അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ചെല്ലാം അധികം അലക്കിയിട്ടുണ്ട്. അതിന് കൈയോടെ അലക്കുന്നത് മാത്രം കുറച്ച് ബാക്കിയുണ്ട്. അങ്ങനെ ഞാൻ നിർബന്ധിച്ചിട്ട് ഞാൻ ഇപ്പം
കുറച്ചധികം അലക്കാനുണ്ടെങ്കിൽ അന്ന് തന്നെ ഫുള്ള് അലക്കി കഴിയണമെന്നൊന്നും നിർബന്ധമില്ലല്ലോ. നമുക്ക് പറ്റുന്ന പോലെ എല്ലാം കാര്യങ്ങൾ ചെയ്യാം. നമ്മളിങ്ങനെ നമ്മളെ ബോഡീനെ നമ്മൾ കഷ്ടപ്പെടുത്തിയിട്ട് ഒരു ഇതിൽ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമുക്ക് പറ്റുന്ന പോലെ. ഇപ്പോൾ ദിവസം തുടക്കണം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ എവിടെയെങ്കിലും കുറച്ച് കച്ചറെല്ലാം ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രം തുടക്കുക, അങ്ങനെയെല്ലാം ചെയ്തിട്ട് ഈ ഒരു സമയം നമുക്ക് എത്ര ടെൻഷനും ഒഴിവാക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല എൻജോയ് ആയിട്ട് മുമ്പിലോട്ട് പോവാം. അപ്പം ഇൻഷാ അല്ലാഹ്. അപ്പം അങ്ങനെ വൈകുന്നേരം എല്ലാം ആയി, മക്കൾ സ്കൂളിൽ നിന്ന് വന്നാൽ പിന്നെ ഓരോ കഥകളായിരിക്കും അല്ലേ. ഇതിപ്പോൾ നിബിദിനെല്ലാം ആയില്ലേ, അതുകൊണ്ട് തന്നെ അതിൻ്റെ പരിപാടി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രാക്ടീസ് എല്ലാം ആയിട്ട് ഇപ്പോൾ ഉച്ചക്കല്ല ഉള്ളു വരൽ, വൈകുന്നേരം അൻവർമാൻ്റെ ഒന്നിച്ചിട്ട് തന്നെയാണ് വരൽ. UKG ആയതുകൊണ്ട് തന്നെ ഓളിപ്പോഴും ഉച്ചക്കാന്ന് വരൽ. ഇപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ട് അൻവർമാൻ വരുമ്പോൾ വൈകുന്നേരമാണ് വരൽ. ഓൾക്ക് വരുന്ന ടൈമിൽ നല്ല വിശപ്പുണ്ടാവും. കുളിച്ചിട്ട് ഓൾക്കുള്ള ഫുഡ് കൊടുക്കണം, അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ രാത്രിയിലേക്കുള്ള പരിപാടി കാര്യങ്ങൾ അങ്ങനെയെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവരോടും ടേക്ക് കെയർ ഫ്രണ്ട്സ്, ബൈ ബൈ, താങ്ക് യു.